നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 2025 ബാച്ചിന്റെ, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയർ 2025 മാർച്ച് മുതൽ ജൂൺ വരെയൊക്കെ പാസ് ഔട്ട് ആവാൻ പോകുന്ന കുട്ടികളുടെ ചില റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 4-5 റിക്രൂട്ട്മെന്റുകൾ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതും ടോപ്പ് കമ്പനികളിലെ, ഉദാഹരണത്തിന് ബിഗ് 4 എന്നറിയപ്പെടുന്ന അതിലൊന്ന് ആയിട്ടുള്ള ഡെലോയിറ്റ് പോലെയുള്ള ടോപ്പ് കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതും വിവിധ ക്വാളിഫിക്കേഷനുകളൊക്കെ എഞ്ചിനീയേഴ്സിന്, നോൺ എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസുകാർക്കൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും നടക്കുന്നതല്ല എന്നൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ കാണാനായിട്ട് പറ്റും. 2025 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിന്റെ പ്ലേസ്മെന്റ് ആണ്. കഴിഞ്ഞ വർഷം തന്നെ, അതായത് 2024 തന്നെ അതിൽ 230 പേര് ഓൾറെഡി ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെലോയിറ്റ് ഉണ്ട്, TCS ഉണ്ട്, EY ഉണ്ട്, ആക്സെഞ്ചർ ഉണ്ട്, എല്ലാം വലിയ കമ്പനികളാണ്. BCom, BBA, BCAയിൽ നിന്ന് മാത്രമാണ് 230ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം, അതായത് 2024 തന്നെ 25 പാസിംഗ് ഔട്ട് ബാച്ചിൽ നിന്ന് പ്ലേസ്മെന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സാധ്യമാണ് എന്നുള്ളത് സംശയമില്ല. പക്ഷെ നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിക്കണം എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ പറയുന്ന റിക്രൂട്ട്മെന്റ്സ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ IT-യിലും ഒക്കെ പൊതുവെ ഒരു മാന്യമുണ്ട് എന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്കും ഇത് കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പായിട്ട് വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെ ഒക്കെ അങ്ങനെയുള്ള ജോലികൾ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നിങ്ങൾ 2025 ബാച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ആദ്യം നമുക്ക് ബിഗ് 4-ൽ പെടുന്ന, ബിഗ് 4 കൺസൾട്ടൻസീസ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന അതിൽപ്പെടുന്ന ഒരു കമ്പനിയായ ഡെലോയിറ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഡെലോയിറ്റ് എന്നത് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ മെയിനായിട്ട് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഡെലോയിറ്റിൽ ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലേക്ക് ലഭ്യമായിരിക്കുന്ന ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ കാണാൻ സാധിക്കും, നാഷണൽ ലെവൽ അസസ്മെന്റ് ആണ്. അതായത് ഓൾ ഇന്ത്യ ബേസിസിൽ ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഓൾ ഇന്ത്യ ബേസിൽ നടത്തുന്ന ഒരു അസസ്മെന്റ് ആണ്. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് സയൻസുകാരെ, അതായത് BSc, വിവിധ BSc ഒക്കെ ഉള്ളവരെ, BC ഒക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അണ്ടർ ഗ്രാജുവേറ്റ് കൊമേഴ്സ് ആൻഡ് അലൈഡ് കോഴ്സസ്, BCom, BBA അങ്ങനെയൊക്കെയുള്ള കോഴ്സുകാരെയും ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ എലിജിബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നവരെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ സൂചിപ്പിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങളെ അവരൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടായിരിക്കും, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നവർക്ക് ഓൺലൈനിലൂടെ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കും സെലക്ഷനിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ഓരോ ഹയറിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഈ എഞ്ചിനീയറിംഗ് ട്രാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ആൻഡ് എലിജിബിലിറ്റി, ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി അല്ലെ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, അതായത് BTech. സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് പറ്റും, അലൈഡ് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീംസ്, അതായത് AI അല്ലെ ഇപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിങ് അങ്ങനെയൊക്കെ വിവിധ അലൈഡ് CS ബ്രാഞ്ചുകാരുണ്ട്, അവർക്ക് പറ്റും. IT-കാർക്ക് പറ്റും. ഇതൊന്നും കൂടാതെ സർക്യൂട്ട് ബ്രാഞ്ച് എല്ലാം പറ്റും, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനത്തെ സർക്യൂട്ട് ബ്രാഞ്ചുകാർക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ BTech അല്ലെങ്കിൽ ME MTech അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് പറ്റും. അതും ഇതേപോലെ CS അല്ലെങ്കിൽ അലൈഡ് കമ്പ്യൂട്ടർ സയൻസ്, IT അങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ച് കഴിയുന്നവർക്കാണ് അപേക്ഷിക്കാൻ പറ്റും. അത് മാത്രമല്ല MCA-കാർക്കും ഇവിടെ അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവരായിരിക്കണം. BTech, ME MTech, MCA 60% അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള CGPA മാർക്ക് കാണണം. ആക്റ്റീവ് ബാക്ക്ലോഗ്സ്, അരിയേഴ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റുകൾ അറ്റൻഡ് ചെയ്യാത്തവർക്കായിരിക്കും അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ കോമ്പൻസേഷൻ 4 lakh per annum എന്നുള്ളതാണ്. ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് സയൻസ് ട്രാക്കുകാരുടെ അവസരം ഒന്ന് മനസ്സിലാക്കാം.
അവിടെയും എലിജിബിലിറ്റി ഇതാ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. BSc-കാർക്ക് അപ്ലൈ ചെയ്യാം. BSc-യിൽ തന്നെ എനി കോമ്പിനേഷൻ വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെ സൈബർ സെക്യൂരിറ്റി, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ കോമ്പിനേഷൻ ഏതെങ്കിലും ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BCA-കാർക്കും അപ്ലൈ ചെയ്യാം. 2025 പാസ് ഔട്ട് ആവുന്നവരായിരിക്കണം. 60% CGPA, ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവരുമാണില്ല. അവരുടെ കോമ്പൻസേഷൻ, അതായത് BSc BCA-കാരുടെ കോമ്പൻസേഷൻ 3.25 lakh per annum എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് BCom-കാരുടെ ഹയറിംഗിന്റെയും കൂടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ BCom ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് കൊമേഴ്സ് ആൻഡ് അലൈഡ് കോഴ്സസ് ട്രാക്ക്. അപ്പോൾ ആർക്കൊക്കെ പറ്റും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. BBA-ക്ക് പറ്റും, അല്ലെ BBM പറ്റും, BMS പറ്റും, ബാച്ചുലർ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് BFS ഒക്കെ പറ്റും, അല്ലെങ്കിൽ BCom. അപ്പോൾ മെയിൻലി കേരളത്തിലെ എടുത്തു പറഞ്ഞാൽ BCom BBA-കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 2025 പാസ് ഔട്ട് ആവുന്ന 60% മാർക്കുള്ള ആക്റ്റീവ് ബാക്ക്, അതായത് റിസൾട്ട് വന്ന വരെ 60% മാർക്കുള്ള ബാക്ക്ലോഗ്സ് ആക്റ്റീവ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡെലോയിറ്റിന്റെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവരാകില്ല. പാക്കേജ് 3.25 lakh per annum എന്നുള്ളതാണ്. അപ്പോൾ ഡെലോയിറ്റിന്റെ 3 റിക്രൂട്ട്മെന്റുകളാണ് സൂചിപ്പിച്ചത്. 3ഉം 2025 ബാച്ചാണ്. ഒന്ന് BE BTech, ME MTech, MCA, മറ്റൊന്ന് BSc അല്ലെങ്കിൽ BCA-കാര്, വേറൊന്ന് BBA അല്ലെങ്കിൽ BCom-കാര്. അപ്പം ഡെലോയിറ്റിലേക്ക് അവിടെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് മറ്റൊരു കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ഞാൻ ആ കമ്പനിയുടെ പേര് ഇവിടെ സൂചിപ്പിക്കുന്നില്ല, അതിൻ്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകത്തില്ല. കാരണം ഈ കമ്പനി അവരുടെ പേര് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യേണ്ട എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രമുഖമായിട്ടുള്ള മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ എലിജിബിലിറ്റി ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. അത് 2025 ബാച്ചിനാണ്. അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസേഴ്സിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് വഴി മാത്രമായിരിക്കും ഈ രണ്ടാമത്തെ കമ്പനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഈ രണ്ടാമത്തെ അവസരം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 4 വിവിധ തസ്തികകളിലേക്കാണ് ഈ കമ്പനി റിക്രൂട്ട് ചെയ്യുന്നത്. ആദ്യത്തേത് ഡിജിറ്റൽ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇവിടെ കാണാൻ സാധിക്കും BE BTech-കാർ, അതേപോലെ BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, അതല്ലെങ്കിൽ BCom ഇങ്ങനെയുള്ളവർക്ക്, അരിയർ ഇല്ലാത്തവർക്ക് ആദ്യത്തെ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാം. 2.4 lakh per annum ആണ് അതിൻ്റെ ശമ്പളം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ തസ്തിക എന്റർപ്രൈസ് പ്രോഡക്റ്റ് സർവീസസ് എന്നുള്ളതാണ്. ഇവിടെ 3.2 lakh per annum ആണ് ശമ്പളം സൂചിപ്പിക്കുന്നത്. ഇത് BE BTech-കാർക്ക് മാത്രമുള്ള അവസരമാണ്. മൂന്നാമത്തേത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് DISS എന്ന തസ്തികയാണ്. അവിടെ 2.5 lakh per annum ആണ് ശമ്പളം സൂചിപ്പിക്കുന്നത്. അതും BE BTech-കാർക്കും അതേപോലെ BCA, BSc, MSc, MCA-കാർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. നാലാമത്തെ തസ്തിക ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് DIS എന്നുള്ളതാണ്. അവിടെ 2.8 lakh per annum ആണ് ശമ്പളം, പ്ലസ് ബെനിഫിറ്റ്സും ഉണ്ട്. അത് BE BTech, BCA, BSc, MCA, MSc-കാർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ പ്ലേസ്മെന്റ് ഓഫീസിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പം ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് നൽകാം. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റും 2025 ബാച്ചിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്നറിയുക. ഇനി ഞാൻ 2025 ബാച്ചിനുള്ള 2 റിക്രൂട്ട്മെന്റുകൾ കൂടി സൂചിപ്പിക്കാം. TCS, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയായ TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസിലാണ് മറ്റ് 2 റിക്രൂട്ട്മെന്റുകൾ കൂടി നടത്തുന്നത്. 2 റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ആ 2 അവസരം വളരെ വേഗം ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അതും ഒരു ഓൾ ഇന്ത്യ ബേസിസിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യം അറിയുക. നോക്കുക, TCS-ലെ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് സ്മാർട്ട്, അതേപോലെ ഇഗ്നൈറ്റ് ഹയറിംഗ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും സയൻസ് ഗ്രാജുവേറ്റ്സ് 2025 ബാച്ചിനാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 10 ജനുവരി വരെ അപ്ലൈ ചെയ്യാം. 14 ഫെബ്രുവരി ആയിരിക്കും ഇതിന്റെ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് എലിജിബിലിറ്റി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ കഴിയുക? BCA അല്ലെങ്കിൽ BSc. BSc-യിൽ ഇത്രയും ബ്രാഞ്ചിൽ പഠിക്കുന്നവർക്ക് 2025 തീരുന്നവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. 50% മാർക്സ് 10th-ലും 12th-ലും ഒക്കെ നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു അരിയർ വരെ ഉള്ളവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഏജ് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. എൻട്രി ലെവൽ റിക്രൂട്ട്മെന്റ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഹയറിംഗ് കാറ്റഗറി ഇതാ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു. 2 കാറ്റഗറിയിലേക്കാണ് ഇവിടെ ഹയറിംഗ് നടക്കുന്നത്. ഒന്ന് ഇഗ്നൈറ്റ്, ഒന്ന് സ്മാർട്ട്. ഇതിവിടെ ഹയർ സ്റ്റഡി ഓപ്ഷനൊക്കെ TCSന്റെ സ്പോൺസർഷിപ്പിൽ പഠിക്കുവാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി TCSൽ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റിനെയും കൂടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഇത് BPS ഹയറിംഗ് ആണ്, TCS BPS ഹയറിംഗ്, അതായത് ബിസിനസ് പ്രോസസ് സർവീസ്. ആദ്യത്തെ ഹയറിംഗ് IT-യിലേക്കാണെങ്കിൽ ഇത് ബിസിനസ് പ്രോസസ്സിലേക്കാണ്. ഇവിടെ 2025 ബാച്ചിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ജനുവരി 25 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ടെസ്റ്റ് ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നു. നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇവിടെ കാണാൻ സാധിക്കും BCom, BA, BBA അല്ലെങ്കിൽ BMS, BBM ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് 2025 കഴിയുന്നവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റ് പാറ്റേൺ അതൊക്കെ ഇവരുടെ വളരെ വിശദമായിട്ട് നൽകുന്നുണ്ട്. 50 മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റ്, വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്. ഓൺലൈനായിട്ടായിരിക്കും നടക്കുക. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം എടുക്കുവാനായിട്ട്. അതൊക്കെ ഇവരിവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇൻ സെൻറ്റർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ജില്ലയിലെ TCS സെൻറ്ററിൽ വെച്ചായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുക. പിന്നീട് ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി രജിസ്റ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി അവിടെ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഇവിടെ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ BPS ആയതുകൊണ്ട് BPS എന്ന് സെലക്ട് ചെയ്യണം. ബാക്കി നിങ്ങളുടെ ബേസിക് ഇമെയിൽ ID ഒക്കെ നൽകി OTP ഒക്കെ വെച്ച് ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം ഇതിന് അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ 2025 പാസ് ഔട്ട് ആകാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, വിവിധ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി.